നമസ്കാരം. എൻ്റെ പേര് ജിതിൻ ലോഹി. UN-യുടെ ഇൻ്റർനാഷണൽ ജനറൽ സെക്രട്ടറിയാണ്. കുവൈറ്റിൽ കഴിഞ്ഞ 1-2 ദിവസമായിട്ട് നമ്മുടെ നാട്ടിലെ മുഖ്യധാരാ മാധ്യമങ്ങളിലും ഓൺലൈൻ മാധ്യമങ്ങളിലും ഒക്കെ ഒരു വാർത്ത വരുന്നുണ്ട്. കുവൈറ്റിലെ അനവധി മലയാളി നഴ്സുമാർ അവിടുന്ന് ലോൺ എടുത്തുകൊണ്ട് ബാങ്കുകളെ പറ്റിച്ചു, ഒരു മഹാ അപരാധം പോലെ ഒരു വാർത്ത വരുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്നുള്ളത് നഴ്സുമാർക്ക് പറയാനുള്ള എന്താണെന്ന് കേൾക്കണം. ഞാൻ കുവൈറ്റിൽ ജോലി ചെയ്തിട്ടില്ല, പക്ഷേ ഒരുപാട് സുഹൃത്തുക്കളായിട്ട് ഈ വിഷയം സംസാരിച്ചു. അപ്പം ഇതിൽ തെറ്റ് എല്ലാവരും നല്ലവരാണെന്നൊന്നും പറയുന്നില്ല. തെറ്റ് ചെയ്യാൻ ശ്രമിച്ച ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ ഇതിലിപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം 2014, 15, 16 കാലഘട്ടങ്ങളിൽ കുവൈറ്റിലോട്ട് കേരളത്തിൽ നിന്നുള്ള ഒരു ഏജൻസി, 1-2 ഏജൻസികൾ 20 മുതൽ 30 ലക്ഷം രൂപ വരെ വാങ്ങിച്ചുകൊണ്ടാണ്, 20-25 ലക്ഷം രൂപ വാങ്ങിച്ചുകൊണ്ടാണ് കുവൈറ്റിലേക്ക് നഴ്സുമാരെ കൊണ്ടുപോയത്. ആ സമയത്ത് ഇവർ നഴ്സുമാരോട് പറഞ്ഞിരുന്നത്, നിങ്ങൾക്ക് പൈസ ആണ് പ്രശ്നങ്ങൾ, അത് പേടിക്കേണ്ട, കുവൈറ്റിലെത്തിയാൽ ഉടനെ തന്നെ കുവൈറ്റിൽ ഇത്തരം ഒരു ലോൺ സംവിധാനമുണ്ട് എന്ന് പറഞ്ഞ് ഈ ഏജൻസികൾ തന്നെയാണ് നഴ്സുമാർക്ക് ഈ ലോൺ തരപ്പെടുത്തി കൊടുക്കുകയും ആ പണം ഒന്നായിട്ട് ഏജൻസി കൊണ്ടുപോവുകയാണ്. അതായത് 50 ലക്ഷം രൂപ ഇവർക്ക് ലോണായി കിട്ടിയെങ്കിൽ അതിൽ 25 മുതൽ 30 ലക്ഷം രൂപ വരെ ഏജൻസി അപ്പോൾ തന്നെ അത് കൊണ്ടുപോയി. അപ്പോൾ ഇങ്ങനെയാണ് നഴ്സുമാർ ഈ ലോൺ എടുക്കാൻ, മിക്ക നഴ്സുമാർക്ക് ഈ ലോൺ എടുക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ കോവിഡ് വന്നതിന് ശേഷം അവിടെ ഞാൻ മനസ്സിലാക്കിയത്, ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഇതെല്ലാവരും തിരിച്ചടച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ കോവിഡ് വന്ന കാലത്ത് കുവൈറ്റ് എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ, നഴ്സുമാരോട് ചെയ്തിട്ടുള്ള എല്ലാ നഴ്സുമാരും ഇത് അംഗീകരിക്കുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ബഹുഭൂരിപക്ഷം കുവൈറ്റിലെ നഴ്സുമാർക്കും ഇത് അറിയാവുന്ന കാര്യമാണ്. ജോലി കൊടുക്കാതെ തുടർച്ചയായി PPE കിറ്റുകൾ ഇട്ടുകൊണ്ട് 12 മണിക്കൂറോളം ജോലി, തുടർച്ചയായിട്ട് ലീവ് അനുവദിക്കാതെ നഴ്സുമാരെ ഒരുപാട് കാലത്തേക്ക് വീട്ടിൽ എത്ര വലിയ എമർജൻസി ആണെങ്കിലും നാട്ടിലേക്ക് വിടാതെ, അച്ഛനും അമ്മയും മരണപ്പെട്ടിട്ട് വരെ സ്വന്തം അച്ഛനെയും അമ്മയെ ഒരു നോക്ക് കാണാൻ പോലും നഴ്സുമാരെ അനുവദിക്കാത്ത രീതിയിൽ നഴ്സുമാരെ തുടർച്ചയായി ജോലി എടുപ്പിച്ചുകൊണ്ട് ഒരു സംവിധാനം കുവൈറ്റിലുണ്ടായിരുന്നു. ഈ കാലഘട്ടത്തിൽ ഒരുപാട് ബേൺ-ഔട്ട്, കുവൈറ്റിലെ ജോലി ഉപേക്ഷിച്ചുകൊണ്ട് ആ നാട് വിട്ട ഒത്തിരി നഴ്സുമാരുണ്ട്. പിന്നെ ഭർത്താവിന് ജോലി ഉണ്ടെങ്കിൽ ഭാര്യയ്ക്ക് ജോലി ഉണ്ടെങ്കിൽ ഭർത്താവിന് ജോലി കൊടുക്കുന്ന ഒരു സംവിധാനം അന്ന് ലോക്കൽ റിക്രൂട്ട്മെൻറ്റ് വഴി അധികം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഏതെങ്കിലും ഒരാൾ മാത്രമായിരുന്നു ജോലി. അപ്പം കുടുംബപരമായിട്ട് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യവും കുവൈറ്റിലുണ്ടായിരുന്നു. അപ്പം ഈ സാഹചര്യങ്ങൾ കൊണ്ട് ഒരുപാട് നഴ്സുമാർ യൂറോപ്യൻ, നോർത്ത് അമേരിക്കൻ രാജ്യങ്ങളിലേക്ക് കുവൈറ്റിൽ നിന്ന് പോയിട്ടുണ്ട്. അപ്പോൾ ആ പോയതിൽ ഒരുപാട് ആളുകൾ ലോൺ ഉള്ളവരായിരുന്നു. അപ്പം ആ പോകുന്ന സമയത്ത് ഇവർക്ക് ബാങ്കിൻ്റെ NOC ഒന്നും വേണ്ടാത്തത് കൊണ്ട് അത് അവരുടെ സംവിധാനത്തിലൊരു പാളിച്ചയായിരുന്നു. ഒരുപാട് നഴ്സുമാർ ഈ ലോണ് കംപ്ലീറ്റ് തിരിച്ചടയ്ക്കാതെ അവിടുന്ന് പോയി. അല്ലാതെ ഈ വാർത്ത വരുന്ന പോലെ അവിടുന്ന് ഒളിച്ചോടിപ്പോവുക അങ്ങനെയല്ല ചെയ്തത്. കൃത്യമായിട്ട് അവരുടെ സംവിധാനത്തിൻ്റെ ഒരു കുഴപ്പം കൂടിയായിരുന്നു. അവിടുന്ന് അങ്ങനെ അവർ എക്സിറ്റ് കൊടുക്കുമ്പോൾ ഈ ബാങ്കിൻ്റെ ക്ലിയറൻസ് അന്ന് വാങ്ങിക്കാതെ ഉള്ളൊരു സംവിധാനം ഉള്ളതുകൊണ്ട് ഒരുപാട് നഴ്സുമാർ ഈ പണം പൂർണ്ണമായി തിരിച്ചടയ്ക്കാതെ അവിടുത്തെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് ഇട്ടിട്ട് പോകേണ്ട അവസ്ഥ ഉണ്ടായി. അങ്ങനെ ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ ഒരുപാട് നഴ്സുമാർ മറ്റു രാജ്യങ്ങളിൽ ജോലിക്ക് എത്തിയപ്പോഴും ഇത് തിരിച്ചടയ്ക്കുകയും ഒരുപാട് നഴ്സുമാർ ഇത് തിരിച്ചടച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകൾ തിരിച്ചടച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഉള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ, ഒറ്റയടിക്ക് ഇത് കളക്ഷൻ ഏജൻസികളെ ഇവർ ഏൽപ്പിച്ചു. ദുബായിൽ ഏതോ ഉള്ള 1-2 കളക്ഷൻ ഏജൻസികളെ ഏൽപ്പിച്ചു. ഇവർ നമ്മുടെ നാട്ടിലെ പലിശയ്ക്ക് കൊടുത്ത ആളുകൾ ഗുണ്ടാപിരിവിനൊക്കെ വരുന്നത് പോലെ ഈ ലോൺ എടുത്ത ആളുകളിലേക്ക് വീട്ടിലേക്ക് വരുന്നു. അച്ഛനും അമ്മയും മാത്രം, കാരണം കുട്ടികൾ വെളിയിലായിരിക്കും, അച്ഛനും അമ്മയും മാത്രമുള്ള വീടുകൾ വരുന്നു. അവർക്ക് പ്രഷർ കൊടുക്കുന്നു, ഫാമിലിയിൽ പോകുന്നു, കുടുംബത്തിലെല്ലാവരും കാണുന്നു, ഭാര്യ വീട്ടിൽ പോകുന്നു. ഈ രീതിയിൽ വധഭീഷണി, ഈ രീതിയിലൊരു ഗുണ്ടാ സംവിധാനം കേരളത്തിലെ നിയമവ്യവസ്ഥകളെ വെല്ലുവിളിച്ചുകൊണ്ട് നഴ്സുമാരുടെ ബന്ധുവീട്ടിലും ഒരു ഗുണ്ടാ വിളയാട്ടമാണ് ഈ കളക്ഷൻ ഏജൻസികൾ ഈ ബാങ്കുകൾക്ക് വേണ്ടി നടത്തുന്നത്. കുവൈറ്റിലെ ഈ ബാങ്കുകളോടും ഇത് ബന്ധപ്പെട്ട ആളുകളോടും പറയാനുള്ളത്, ദയവ് ചെയ്തെന്ന നഴ്സുമാരുടെ വീടുകളിലേക്ക് നിങ്ങളുടെ ഗുണ്ടാ പരിപാടി നിർത്തണം. നിങ്ങൾക്ക് പണം കിട്ടാനുണ്ടെങ്കിൽ അത് നിയമപരമായിട്ടുള്ള രീതിയിൽ അത് നേടിയെടുക്കാനുള്ള കേരളത്തിൽ പോലീസ് സംവിധാനങ്ങളുണ്ട്, കോടതികളുണ്ട്. ഇതുപോലുള്ള നഴ്സുമാർ തിരിച്ചു വരുമ്പം അത് റിക്കവറി ചെയ്യാനുള്ള പല സംവിധാനങ്ങളുണ്ട്. നിയമപരമായ വഴികൾ നോക്കാതെ കുടുംബങ്ങളെ കൊട്ടേഷൻ നൽകി ഭീഷണിപ്പെടുത്തി മരണത്തിലേക്ക് തള്ളിവിടാനുള്ള നിങ്ങളുടെ ശ്രമം ഉപേക്ഷിക്കണം എന്ന് മാത്രമാണ് നഴ്സിംഗ് സംഘടനാ ഭാരവാഹി എന്നുള്ള രീതിയിൽ പറയാനുള്ളത്. കാരണം ഇത് കേരളത്തിലെ നഴ്സുമാരോട് മാത്രമാണ് ഈ ബാങ്കുകൾ കാണിക്കുന്നത്. കുവൈറ്റിൽ ഫിലിപ്പീൻസ് മുതൽ ഒരുപാട് രാജ്യങ്ങളിലെ നഴ്സുമാർ, ഒരുപാട് സംസ്ഥാനങ്ങളിലെ നഴ്സുമാർ ഇതുപോലെ ലോൺ എടുത്തു. പക്ഷേ ഇവർ ഫുള്ള് വാർത്തകളിലൊക്കെ മലയാളി നഴ്സുമാരെ മാത്രം ഇത് ഉൾക്കൊള്ളിച്ച് കാണിച്ചുകൊണ്ട് വരുന്നത് ഗൂഢാലോചനയാണ്.
തീർച്ചയായിട്ടും ഇത് ഒരിക്കലും ബാങ്കുകളെ പറ്റിക്കാനുള്ള ഉദ്ദേശത്തോടെ തിരിച്ചടക്കില്ല എന്ന ഉദ്ദേശത്തോടെ ഏതെങ്കിലും നഴ്സുമാർ പോയിട്ടുണ്ടെങ്കിൽ അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല വീഡിയോ. ഒരുപാട് നഴ്സുമാർ ഇത് തിരിച്ചടയ്ക്കാൻ തയ്യാറാണ്. അവരോടൊക്കെ ഒറ്റയടിക്ക് 50 ലക്ഷം അടയ്ക്കണമെന്ന് പറയുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ട്, അല്ലെ 1 കോടി തിരിച്ചടയ്ക്കണം എന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ടുണ്ട്. അത് സാധിക്കില്ല. കാരണം എല്ലാ നഴ്സുമാരും സാധാരണ കുടുംബങ്ങളിൽ നിന്നുള്ളവരാണ്. അവർക്ക് സാവകാശം കൊടുക്കുക, തിരിച്ചടയ്ക്കാനുള്ള സാവകാശം കൊടുക്കുക, എല്ലാ ലോണുകളും അടയ്ക്കാനുള്ള ഒരുപോലെ. ഇപ്പം ഇവർ ചെയ്തിരിക്കുന്നത് ഒറ്റ തവണയായിട്ട് തീർക്കണം എന്ന് പറഞ്ഞ് നഴ്സുമാരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇവിടെ നഴ്സുമാർക്ക് സാധിക്കാത്തത്. അതുകൊണ്ടാണ് അവർക്കത് തിരിച്ചടയ്ക്കാൻ കഴിയാത്തത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കണം. ഏതെങ്കിലും രീതിയിൽ ബാങ്കുകളെ പറ്റിക്കാനുള്ള ഉദ്ദേശത്തോടുകൂടി തിരിച്ചടക്കില്ല എന്നുള്ള ഉദ്ദേശത്തോടെ ഏതെങ്കിലും നഴ്സുമാർ ശ്രമിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കെതിരെ എല്ലാവിധ നടപടികളും ബാങ്കുകൾക്ക് എടുക്കാവുന്നതാണ്. പക്ഷേ ഇതുപോലുള്ള കൊട്ടേഷൻ, നിയമപര അല്ലാത്ത രീതിയിലുള്ള നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കണം നഴ്സുമാർക്കെതിരെ. കാരണം അനവധി ഏജൻസികൾ നഴ്സുമാരെ കേരളത്തിൽ പറ്റിക്കുന്നുണ്ട്, ഇന്ത്യയിൽ ഒട്ടാകെ പറ്റിക്കുന്നുണ്ട്, പല രാജ്യങ്ങളിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റിൻ്റെ പേരിൽ. അപ്പോൾ തെളിവുകളടക്കം സഹിതം കൊടുത്താൽ പോലും ഇവർക്കെതിരെ നടപടിയെടുക്കാത്ത, അല്ലെ കോടതിയിൽ പോയിട്ട് തുച്ഛമായിട്ടുള്ള പൈസ എന്തെങ്കിലും പണിഷ്മെൻറ്റ് വാങ്ങിച്ചിട്ട് ഇവർ ഈ ഫ്രോഡുകളൊക്കെ വീണ്ടും രക്ഷപ്പെടുന്നു, വീണ്ടും ഇവർ റിപ്പീറ്റ് ചെയ്യുന്നു. ഈ ഒരു നാട്ടിൽ ഒരു ലോൺ എടുത്തതിൻ്റെ പേരിൽ നഴ്സുമാർക്കെതിരെ നിയമപരമായിട്ടല്ലാത്ത രീതിയിൽ കൊട്ടേഷൻ ആളുകൾ വീടുകളിലും കുടുംബ വീടുകളിലും കയറി ചെന്ന് ഇറങ്ങി നടക്കുന്നത് അവസാനിപ്പിക്കണമെന്നാണ് UNAക്ക് പറയാനുള്ളത്. അപ്പം പ്രിയപ്പെട്ട നേഴ്സുമാരോട് പറയാനുള്ളത്, എത്രയും പെട്ടെന്ന് നിങ്ങൾ തിരിച്ചടയ്ക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇത് മാത്രമല്ല, ഇതിൽ മറ്റൊരു വശം കൂടെയുണ്ട്. കുവൈറ്റിൽ ജോലി ചെയ്ത നിരവധി ആളുകൾ ഇപ്പം മറ്റ് പല രാജ്യങ്ങളിലും പോയിട്ടുണ്ട്. ലോണ് എടുക്കാതെ പോയവരുണ്ട്, ലോൺ എടുത്ത് കംപ്ലീറ്റ് മാന്യമായിട്ട് അത് തിരിച്ചടച്ച് പോയവരുണ്ട്. ഇവരൊക്കെ ഇന്ന് മറ്റുള്ള ആളുകളുടെ മുമ്പിൽ ഇതേപോലെ ചെയ്ത ആളുകൾ എന്നുള്ള രീതിയിൽ നാണക്കേട് അനുഭവിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എടുത്ത ലോണുകൾ അടയ്ക്കാനുള്ള സാവകാശം ബാങ്കുകൾ കൊടുക്കുക. നഴ്സുമാർ എല്ലാവരും, കുവൈറ്റിൽ നിന്ന് പോയിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ട നഴ്സുമാരും ഇത് തിരിച്ചടയ്ക്കാനുള്ള ഒരു വഴി നിങ്ങൾ അതിന് ശ്രമിക്കുക. ഇതുപോലെ കൊട്ടേഷൻ സംഘങ്ങളെ വിട്ടുകൊണ്ട് നഴ്സുമാരുടെ വീടുകളിലും ബന്ധു വീടുകളിലേക്കും കൊട്ടേഷൻ സംഘങ്ങളെ അയക്കുന്ന പരിപാടി നിർത്തുക. അങ്ങനെ ഞങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടാൽ തീർച്ചയായിട്ടും അതിനെതിരെയുള്ള നിയമപരമായിട്ടുള്ള എല്ലാവിധ പ്രതിഷേധങ്ങളും സംഘടനയുടെ ഭാഗത്തു നിന്നുണ്ടാവും. നഴ്സുമാരെ ഈ രീതിയിൽ ആക്രമിക്കാൻ ഒരു രീതിയിലും സംഘടന അനുവദിക്കില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.